ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലാകെ 33 വാക്യങ്ങളാണ് ഉള്ളത്. ഒരു ശീർഷകം പോലും ഇല്ലാത്ത വാക്യമാണ് ഈ വാക്യം. പ്രഭാഷകൻ 43. ഈ 43 ഒന്ന് വായിക്കാം. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. അപ്പോൾ എന്താ പറയുന്നത്? എന്താണ് സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് തെളിഞ്ഞ ആകാശവിധാനം. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ എന്താണ്? അഭിമാനമാണ്. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ്? സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. മഹനീയ ദൃശ്യമായത് എന്താണ്? സ്വർഗം. അതായത് സ്വർഗത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. 43:1 തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. 43:2 അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അപ്പം ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? അത്യുന്നതൻ്റെ സൃഷ്ടി. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അപ്പം അത്യുന്നതൻ്റെ എന്താണ് എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? അത്യുന്നതൻ്റെ സൃഷ്ടി. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ സൃഷ്ടി എന്താണെന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? എത്ര വിസ്മയാവഹമാണെന്ന്. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് എങ്ങനെയുള്ള സൂര്യനാണ് പ്രഘോഷിക്കുന്നത്? ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന ആരാണ് പ്രഘോഷിക്കുന്നത്? സൂര്യൻ. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ എന്താണ് ചെയ്യുന്നത്? പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. 43:2 അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. 43:3 മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ സൂര്യനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ മധ്യാഹ്നത്തിൽ എന്താണ് ഭൂമിയെ വരട്ടുന്നത്? ഉദിച്ചുയരുന്ന സൂര്യൻ. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. എപ്പോഴാണ് അത് ഭൂമിയെ വരട്ടുന്നത്? മധ്യാഹ്നത്തിൽ. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. മധ്യാഹ്നത്തിൽ അത് എന്തിനെയാണ് വരട്ടുന്നത്? ഭൂമിയെ. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ എന്തു ചെയ്യുന്നു? വരട്ടുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. ഇനി അതിൻ്റെ എന്ത് ചൂട് സഹിക്കാൻ ആർക്കും കഴിയാത്തത്? അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? അതിൻ്റെ അത്യുഗ്രമായി എന്ത് സഹിക്കാനാണ് ആർക്ക് കഴിയാത്തത്? ചൂട്. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? അതിൻ്റെ അത്യുഗ്രമായ ചൂട് എന്ത് ചെയ്യാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ എന്ന് പറയുന്നത്? ചൂട് സഹിക്കാൻ. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയുമെന്ന് പ്രഭാഷകൻ ഗ്രന്ഥകാരൻ ചോദിക്കുകയാണ്. 43:3 മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? 43:4 ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിൻ്റെ 3 ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. അപ്പോൾ ചൂള ജ്വലിപ്പിക്കുന്നവന് എരിയുന്ന എന്തിനാ ജോലി ചെയ്യുന്നത്? ചൂള ജ്വലിപ്പിക്കുന്നവന് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. ചൂള ജ്വലിപ്പിക്കുന്നവന് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. ഇനി എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യൻ 3 ഇരട്ടി ചൂടി ദഹിപ്പിക്കുന്നത് എന്തിനെയാ? സൂര്യൻ 3 ഇരട്ടി ചൂടി ദഹിപ്പിക്കുന്നത് പർവ്വതങ്ങളെയാണ്. സൂര്യനാകട്ടെ അതിൻ്റെ 3 ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് എന്ന് പ്രഭാഷകൻ എന്ന് പറയുകയാണ്. സൂര്യൻ എന്തു ചൊരിയുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സൂര്യൻ അഗ്നിശരങ്ങൾ ചൊരിയുന്നു. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. സൂര്യൻ അഗ്നിശരങ്ങളാണ് ചൊരിയുന്നത്. പിന്നെ അടുത്തത് ചൂട് അത് ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വലരശ്മികൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? കണ്ണഞ്ചിക്കുന്നു. ഉജ്ജ്വലരശ്മികൾ കൊണ്ട്
കണ്ണഞ്ചിക്കുന്നു. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. 43 ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടി ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിൻ്റെ 3 ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. 43:5 ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്, അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. അപ്പം സൂര്യനെ സൃഷ്ടിച്ച ആര് ഉന്നതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. കർത്താവിൻ്റെ കൽപ്പനയിൽ സൂര്യൻ എന്താണ് കൂട്ടുന്നത്? കർത്താവിൻ്റെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. കർത്താവിൻ്റെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. 43:5 ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്, അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. 45:6 യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു, കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. അപ്പം യഥാസമയം എന്തനുഷ്ഠിക്കാനാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്? യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. എന്ത് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്? എന്ത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്? കാലം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്. ശാശ്വതമായ എന്തായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ശാശ്വതമായ അടയാളമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്. ശാശ്വതമായ അടയാളമായിരിക്കാൻ വേണ്ടിയാണ് അവിടെ ചന്ദ്രനെ സൃഷ്ടിച്ചത്. അപ്പോൾ 43:6 യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു, കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. 43:7 ഉത്സവദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നു, പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അപ്പോൾ എന്താണ് ചന്ദ്രൻ നോക്കി നിർണ്ണയിക്കുന്നത്? ഈ പ്രഭാഷകൻ പറയുന്നത് ഉത്സവദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നതായി ഗ്രന്ഥകാരൻ പറയുകയാണ്. ഉത്സവദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നു. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന എന്താണ് ചന്ദ്രൻ? പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് എന്ന് പ്രഭാഷകഗ്രന്ഥം പറയുകയാണ്. 43:7 ഉത്സവദിനങ്ങൾ ചന്ദ്രൻ നോക്കി നിർണ്ണയിക്കുന്നു, പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. 43:8 അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു, ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. അപ്പം അത്ഭുതകരമായി വളരുന്ന എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി എന്തിനാണ് പേര് നൽകുന്നത്? മാസങ്ങൾക്ക് പേര് നൽകുന്നു. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ചന്ദ്രൻ എന്തിൻ്റെ പ്രകാശഗോപുരമാണ്? ചന്ദ്രൻ ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണ്. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത്. അപ്പം 43:8 അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത്. 43:9 നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു, കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും. അപ്പോൾ എന്തിൻ്റെ ശോഭയാണ് ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നത്? നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന എന്താണ് നക്ഷത്രങ്ങൾ? കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയാണ് നക്ഷത്രങ്ങൾ. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും. 43:9 നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു, കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും. 43:10 പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു, അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. അപ്പം ആരുടെ കൽപ്പനയാലാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത്? പരിശുദ്ധൻ്റെ കൽപ്പനയാൽ
അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു പരിശുദ്ധൻ്റെ കൽപ്പനയാൽ. നക്ഷത്രങ്ങൾ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. നക്ഷത്രങ്ങൾ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. 43:10 പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. 43:11 ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. അപ്പം ശോഭയാൽ അഴകുറ്റ ഏതു വസ്തുവിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ എന്തു ചെയ്യണം? അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കണം. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. 43:11 ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. 43:12 മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അപ്പം മനോഹരമായ ചാപം കൊണ്ട് മഴവില്ല് എന്തിനെയാണ് വലയം ചെയ്യുന്നത്? ആകാശത്തെ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. ആരുടെ കരങ്ങളാണ് മഴവില്ല് കുലച്ചിരിക്കുന്നത്? അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അപ്പം 43:12 മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. 43-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാചന ഭാഗങ്ങൾ നമുക്കൊരിക്കൽ കൂടി ഒന്ന് വായിക്കാം. 43:1 തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. 43:2 അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. 43:3 മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? 43:4 ചൂട ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടി ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിൻ്റെ 3 ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. 43:5 ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയെ അത് ഗതിവേഗം കൂട്ടുന്നു. 43:6 യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. 43:7 ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നു. പൂർണ്ണതയിൽ എത്തി ശയിക്കുന്ന വെളിച്ചമാണത്. 43:8 അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. 43:9 നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും. 43:10 പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. 43:11 ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. 43:12 മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. 43:13 അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതം അയക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. അപ്പം അത്യുന്നതൻ തൻ്റെ കൽപ്പനയാൽ എന്താണ് അയക്കുന്നത്? അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതം അയക്കുന്നു. അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതം അയക്കുന്നു. പിന്നെ അത്യുന്നതൻ തൻ്റെ വിധിയുടെ എന്തിനെയാണ് ത്വരിപ്പിക്കുന്നത്? തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. അപ്പം 43:13 അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതം അയക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു. 43:14 അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. അപ്പം ഏത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് പ്രഭാഷകൻ്റെ പുസ്തകം 43:14 പറയുന്നത്?
നമ്മുടെ മേഘങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മേഘങ്ങൾ അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. അവിടുന്ന് എന്ത് തുറക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 43:14 പറയുന്നത്? അവിടുന്ന് സംഭരണശാലകൾ തുറക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 43:14 പറയുന്നത്. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ ആരെപ്പോലെയാണ് പറക്കുന്നത്? മേഘങ്ങൾ പറക്കുന്നത് പക്ഷികളെ പോലെ. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. 43:14 അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. 43:15 തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അപ്പം അത്യുന്നതൻ തൻ്റെ എന്തിനാലാണ് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത്? അത്യുന്നതൻ തൻ്റെ മഹത്വത്താലാണ് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത്. തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തായാണ് നുറുക്കുന്നത്? തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായാണ് നുറുക്കുന്നത്. തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. 43:15 തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. 43:16 അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. അപ്പോൾ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് വിറകൊള്ളുന്നത്? അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങളാണ് വിറകൊള്ളുന്നത്. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത്? അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റാണ് വീശുന്നത്. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. 43:16 അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. 43:17 മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത്? അവിടുന്ന് മേഘഗർജനം കൊണ്ടാണ് ഭൂമിയെ ശാസിക്കുന്നത്. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റിനൊപ്പം മറ്റെന്തും കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത്? വടക്കൻ കാറ്റും കൊണ്ടൊപ്പം തന്നെ ചുഴലിക്കാറ്റ് കൊണ്ടും ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നത്. വടക്കൻ കാറ്റിനൊപ്പം ചുഴലിക്കാറ്റും കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത്. വടക്കൻ കാറ്റ് ചുഴലിക്കാറ്റും കൊണ്ടാണ് ഭൂമിയെ ശാസിക്കുന്നത്. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് എന്താണ് വിതറുന്നത്? പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞാണ് വിതറുന്നത്. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. മഞ്ഞ് എന്തുപോലെയാണ് ഇറങ്ങി വരുന്നത്? മഞ്ഞ് വെട്ടുകിളിപ്പറ്റം പോലെ ഇറങ്ങി വരുന്നു. വെട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. മഞ്ഞ് വെട്ടുകിളിപ്പറ്റം പോലെയാണ് ഇറങ്ങി വരുന്നത്. വെട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. 43:17 മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുകിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. 43:18 അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അപ്പം മഞ്ഞിൻ്റെ എന്താണ് കണ്ണഞ്ചിക്കുന്നത്? മഞ്ഞിൻ്റെ വെണ്മയാണ് കണ്ണഞ്ചിക്കുന്നത്. അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. മഞ്ഞ് വീഴുന്നത് കണ്ട് എന്താണ് വിസ്മയഭരിതമാകുന്നത്? മഞ്ഞ് വീഴുന്നത് കണ്ട് മനസ്സാണ് വിസ്മയഭരിതമാകുന്നത്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. 43:18 അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. 43:19 അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു. ഉറിയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു. അപ്പോൾ അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്താണ്? അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് തുഷാരമാണ്. അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു. എപ്പോഴാണ് തുഷാരം കൂർത്ത മുള്ളു പോലെയാകുന്നത്? അത് ഉറയുമ്പോഴാണ്. തുഷാരം ഉറയുമ്പോഴാണ് കൂർത്ത മുള്ളു പോലെയാകുന്നത്. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു. 43:19
അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു. 43:20 തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. അപ്പോൾ തണുത്ത എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 43:20 പറയുന്നത്? തണുത്ത വടക്കൻ കാറ്റിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 43:20 പറയുന്നത്. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി എന്തിനെയാണ് മഞ്ഞുകട്ടിയാക്കുന്നത്? തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലത്തെയാണ് മഞ്ഞുകട്ടിയാക്കുന്നത്. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ എന്തു പൊങ്ങിക്കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ജലാശയങ്ങളുടെ മുകളിൽ ജലാശയങ്ങളുടെ മുകളിൽ മഞ്ഞുകട്ട കിടക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കൊടുക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും മഞ്ഞുകട്ടയെക്കുറിച്ചാണ് പറയുന്നത്. ജലം മഞ്ഞുകട്ടയെ എന്തുപോലെയാണ് അണിയുന്നത്? ജലം മഞ്ഞുകട്ടയെ പടച്ചട്ട പോലെയാണ് അണിയുന്നത്. ജലം മഞ്ഞുകട്ടയെ പടച്ചട്ട പോലെ ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. അപ്പം 43:20 തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. 43:21 പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരടുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. അപ്പം എന്താണ് ചൂടുകൊണ്ട് ദഹിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത്? പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരടുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്താണ് ചൂടുകൊണ്ട് വരടുന്നതായി പ്രഭാഷകൻ പറയുന്നത്? മരുഭൂമിയാണ് ചൂടുകൊണ്ട് വരടുന്നതായി പ്രഭാഷകൻ പറയുന്നത്. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരടുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. ഇനി എന്താണ് അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത്? സസ്യങ്ങളാണ് അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നത്. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരടുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. അപ്പം 43:21 പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. 43:22 എന്നാൽ മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അപ്പം എന്താണ് എല്ലാത്തിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത്? മൂടൽമഞ്ഞാണ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത്. എന്നാൽ മൂടമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് ശമിക്കുന്നത്? മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂടാണ് ശമിക്കുന്നത്. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു. ഇനി മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് എന്താണ് ഉണ്ടാകുന്നത്? മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമാണ് ഉണ്ടാകുന്നത്. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 43:22 എന്ന മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 43:23 അത്യാഘാതത്തെ നിശ്ചലമാക്കി ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. അപ്പോൾ അത്യാഘാതത്തെ നിശ്ചലമാക്കി അവിടുന്ന് എന്താണ് പ്രതിഷ്ഠിച്ചത്? അത്യാഘാതത്തെ നിശ്ചലമാക്കി അവിടുന്ന് ദ്വീപുകളെയാണ് പ്രതിഷ്ഠിച്ചത്. അത്യാഘാതത്തെ നിശ്ചലമാക്കി ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ എന്താണ്? അവിടുത്തെ നിശ്ചയമാണ്. അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. അവിടുത്തെ നിശ്ചയമായിട്ടാണ് അവിടെ ദ്വീപുകൾ സൃഷ്ടിക്കപ്പെട്ടത്. 43:23 അത്യാഘാതത്തെ നിശ്ചലമാക്കി ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. 43:24 സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു.
അപ്പം അഗാധത്തിലെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അഗാധങ്ങളിലെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് സമുദ്രസഞ്ചാരികളാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് എന്ത് ചെയ്യുന്നു? നാം അത് കേട്ട് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അപ്പം 43:24 സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. 43:25 അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. അപ്പം അസാധാരണവും എന്തുമായ സൃഷ്ടികൾ അതിലുണ്ട് എന്നാണ് പറയുന്നത്? അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ എന്തുമാണ് അതിലുള്ളത്? എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളുമാണ് അതിലുള്ളത്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. 43:25 അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. 43:26 സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. അപ്പം സ്വന്തം എന്നാൽ എന്തിനാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ എന്തിനാലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത്? അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിലാണ് ചരിക്കുന്നു. അവിടുത്തെ വചനത്താലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത്. അപ്പം 43:26 സ്വന്തം ശക്തിയാൽ അവിടുത്തെ ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. നമുക്ക് പ്രഭാഷകന്റെ രസം ഗ്രന്ഥം 43 അധ്യായം 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടി വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഹൃദിസ്ഥമാക്കാം. 43:13 അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതം അയക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽപ്പിടരുകളെ ത്വരിപ്പിക്കുന്നു. 43:14 അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. 43:15 തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. 43:16 അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. 43:17 മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുകളിൽ പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. 43:18 അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. 43:19 അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. 43:20 തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജനം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. 43:21 പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നികൊണ്ട് എന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. 43:22 എന്നാൽ മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 43:23 അത്യാഘാതത്തെ നിശ്ചയമാക്കി അതിദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. 43:24 സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. 43:25 അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. 43:26 സ്വന്തം ശക്തിയാൽ അവിടുത്തെ ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. 43:27 എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടെ നിന്നാണ് സർവവും. അപ്പോൾ എത്ര പറഞ്ഞാലും എന്താവുകയില്ലെന്നാണ് പ്രഭാഷകൻ പറഞ്ഞത്. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എത്ര പറഞ്ഞാലും മുഴുവനാകുകയുമില്ല എന്നാണ്. എത്ര പറഞ്ഞാലും മുഴുവനാവുകയുമില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടെ നിന്നാണ് എന്ത്? എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടെ നിന്നാണ് സർവവും. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടെ നിന്നാണ് സർവവും. 43:27 എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല.
എല്ലാറ്റിൻ്റെ സാരം ഇതാണ്, അവിടെ നിന്നാണ് സർവവും. 43:28 അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളേക്കാൾ അവിടുന്ന് ഉന്നതമാണ്. അപ്പം അവിടുത്തെ എന്ത് ചെയ്യാനാണ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എന്ന് പ്രവാചകൻ പറയുന്നത്? അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ എന്തിനേക്കാൾ അവിടുന്ന് ഉന്നതമാണ്? എല്ലാ സൃഷ്ടികളേക്കാൾ അവിടുന്ന് ഉന്നതമാണ്. എല്ലാ സൃഷ്ടികളേക്കാൾ അവിടുന്ന് ഉന്നതമാണ് എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. 43:28 അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളേക്കാൾ അവിടുന്ന് ഉന്നതമാണ്. 43:29 കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ഭീതി അത്ഭുതകരവുമാണ്. അപ്പോൾ കർത്താവ് ഭയവും പിന്നെ എന്തും കൂടി ജനിപ്പിക്കുന്നത്? കർത്താവ് ഭയവും ഭക്തിയുമാണ് ജനിപ്പിക്കുന്നത്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് ആരാണെന്നാണ് പ്രഭാഷകൻ 43:29 പറയുന്നത്? അവിടുന്ന് അത്യുന്നതനാണ് എന്നാണ് പ്രഭാഷക ഗ്രന്ഥത്തിൽ പറയുന്നത്. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവും ആണ്. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി എങ്ങനെയാ? അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. അങ്ങനെയാണ് 43:29 കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. 43:30 എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. അപ്പം 43 എന്തും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും എന്താണ്? എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. അപ്പം എന്തിനോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത് എന്നാണ് പറയുന്നത്. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത് എന്നാണ് പറയുന്നത്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എത്ര പുകഴ്ത്തിയാലും എന്തെത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. 43:30 എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. 43:31 ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? അന്നേരം ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്? ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും എന്നാണ് പ്രഭാഷക ഗ്രന്ഥം പറയുന്നത്. ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം എന്തിനു കഴിയും എന്ന് പറയുന്നത്? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? അപ്പം 43:31 ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? 43:32 ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് എന്തായി വർത്തിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം എന്തു ചെയ്തിട്ടുള്ളൂ എന്നാണ് പ്രവാചകൻ പറയുന്നത്. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. 43:32 ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. 43:33 എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്,
തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. അപ്പം എല്ലാം സൃഷ്ടിച്ചത് ആരാണെന്നാണ് പ്രഭാഷകൻ 43:33 പറയുന്നത്. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണെന്നാണ് പ്രഭാഷകൻ 43:33 പറയുന്നത്. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്താണ് പ്രദാനം ചെയ്യുന്നത്? തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. 43:33 എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. ഇനി 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടി വായിച്ച് ഹൃദയസ്ഥമാക്കാം. 43:27 എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെ സാരം ഇതാണ്, അവിടെ നിന്നാണ് സർവ്വവും. 43:28 അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും അവിടുന്ന് ഉന്നതമാണ്. 43:29 കർത്താവ് ഭയഭക്തി ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. 43:30 എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. 43:31 ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? 43:32 ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. 43:33 എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 43 അധ്യായം 1 മുതൽ ഒന്നും കൂടി വായിച്ച് നമ്മുടെ മനസ്സിൽ വചനഭാഗങ്ങൾ ഉറപ്പിക്കാം. 43:1 തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്. 43:2 അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. 43:3 മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? 43:4 ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടി ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിൻ്റെ 3 ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. 43:5 ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയെ അത് ഗതിവേഗം കൂട്ടുന്നു. 43:6 യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ. 43:7 ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണ്ണയിക്കുന്നു. പൂർണ്ണതയിൽ എത്ര ശയിക്കുന്ന വെളിച്ചമാണത്. 43:8 അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. 43:9 നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരം നിരയും. 43:10 പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. 43:11 ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. 43:12 മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലിച്ചിരിക്കുന്നത്. 43:13 അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതം അയക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽ പിടരുകളെ ത്വരിപ്പിക്കുന്നു. 43:14 അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. 43:15 തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. 43:16 അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. 43:17 മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുകളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. 43:18 അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. 43:19 അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. 43:20 തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജനം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. 43:21 പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നികൊണ്ട് എന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. 43:22 എന്നാൽ മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 43:23 അത്യാഘാതത്തെ നിശ്ചയമാക്കി ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. 43:24 സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. 43:25 അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. 43
43:26 സ്വന്തം ശക്തിയാൽ അവിടുത്തെ ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. 43:27 എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവ്വവും. 43:28 അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. 43:29 കർത്താവ് ഭയവും ഭക്തി ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. 43:30 എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവ്വശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. 43:31 ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും? 43:32 ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. 43:33 എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് 43-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരിക്കൽ കൂടി മനസ്സിരുത്തി വായിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും വാക്യങ്ങളും നിങ്ങൾ ഹൃദിസ്ഥമാക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.